നമസ്കാരം. എൻ്റെ പേര് ജിനീഷ്. ഇത് നമ്മുടെ ഫാമിലിയാണ്. നമ്മളിവിടെ ഒരു കൊച്ചു ഫാം നടത്തുന്നുണ്ട്. അത് ഗപ്പീസ്, ബീറ്റാസ്, ശ്രിമ്പ് ഇങ്ങനെ 3 വെറൈറ്റിയാണ് നമ്മൾ ഫാമിൽ ചെയ്യുന്നത്. നമ്മൾ ആലപ്പുഴ ജില്ലയിൽ അരൂർ പഞ്ചായത്തിൽ 5-ാം വാർഡിലാണ് നമ്മുടെ ഫാം ഉള്ളത്. ഫാം എന്ന് പറഞ്ഞാൽ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ഈ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഫാമിലിയാണ് എനിക്കും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളത്. ഇവരാണ് ക്ലീനിങ്ങും ഫുഡ് കൊടുക്കൽ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ മക്കളുണ്ട്. പിന്നെ ഞാനും ഇതിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇതിന് അനുഗ്രഹം കൊണ്ടും ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടും പിന്നെ എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ടും നമ്മുടെ ഫാം 7 വർഷമായിട്ട് ഇതിലാണ് നമ്മളൊരു വരുമാനം കണ്ടെത്തി ഇതിലാണ് ജീവിക്കുന്നത്. 5 വർഷമായിട്ടാണ് നമ്മൾ കൊറിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ മൊത്തം ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഫാം ഡെവലപ്പ് ചെയ്യണമെന്ന താല്പര്യമുണ്ട്. നമ്മളിപ്പോൾ 3 സെൻറ്റ് സ്ഥലത്തിൽ വീടും ഫാമും എന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇവാനക്കോട്ടിക്ക് എന്നാണ് എൻ്റെ ഫാമിൻ്റെ പേര്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫ്രിഡ്ജ് ബോക്സിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ഇവിടെ ഡ്രംസിൽ ഇവിടെ ലൈഫ് ഫീഡൊക്കെയാണ് കൂടുതൽ. പിന്നെ ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഫിഷുകളൊക്കെ. ഇവിടെ നിന്നാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സെയിലിനായിട്ടുള്ളത് ബീറ്റാസ് ഇവിടെ ഉണ്ടാവും. ഗപ്പീസ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ വന്ന് നമ്മുടെ പിള്ളേരൊക്കെ വന്ന് മേടിക്കാറുണ്ട്. ഈ ഡിസ്പ്ലേയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കാറുണ്ട്. പിന്നെ നമ്മൾ കൊറിയർ അടക്കാറുണ്ട്. ഫിഷുകളെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ വഴി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ട് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഫ്രിഡ്ജ് ബോക്സും ഡ്രം ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫിഷുകളെ ഗപ്പീസിനെ ചെയ്യുന്നത്. എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ടാങ്കുകൾ കൊടുത്തിരിക്കുന്നത്. ഓരോ വെറൈറ്റീസിനും ഓരോ ടാങ്കുകളാണ് ഉള്ളത് ഇവിടെ. വന്നിട്ട് നമ്മൾ ഫിഷിന് കൊടുക്കുന്ന ലൈഫ് ഫീഡാണ്. മൊയ്ന, ഡാഫ്നിയ അങ്ങനത്തെ കൾച്ചറുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ നിറച്ച് പാത്രങ്ങളാണ്. പിന്നെ ഈ ചെറിയൊരു ഗ്യാപ്പിലും കൂടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും മൊയ്ന ടാങ്കുകളാണ്. വീടിൻ്റെ മറ്റൊരു സൈഡിൽ ഈ സൈഡിലാണ് നമ്മൾ ഓർണമെൻ്റൽ ഷ്രിമ്പിനെ ഈ ഡബ്ബാസിലാണ് ഓർണമെൻ്റൽ ഷ്രിമ്പിനെ ചെയ്യുന്നത്. ഒരു 12 വെറൈറ്റി നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. 12 വെറൈറ്റി എന്ന് പറയുമ്പോൾ 12 കളറാണ് ആ വെറൈറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. കളർ ഇഷ്ടപ്പെടുന്ന ചുമപ്പ്, ബ്ലാക്ക്, നീല അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമുള്ള കളറാണ് ഈ ഓർണമെൻ്റൽ ഷ്രിമ്പിൽ നിന്ന് ഇപ്പോൾ സെലക്ട് ചെയ്ത് ടാങ്കുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഓർണമെൻ്റൽ ഷ്രിമ്പിൻ്റെ ബ്രീഡിങ് തുടങ്ങിയിട്ട് 4 വർഷമായിട്ടുള്ളൂ. ഇപ്പോഴാണ് മാർക്കറ്റിൽ ഇത് കുറേ ഇറങ്ങി തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മൾക്കും നല്ല രീതിയിൽ എൻക്വയറി വരാറുണ്ട്. നല്ല സെയിൽ നടക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഓർണമെൻ്റൽ ഷ്രിമ്പ്. ഇത് ആർട്ടീമിയാണ്. ലൈഫ് ഫീഡായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇതാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈസാണ് ആർട്ടീമിയ. ആർട്ടീമിയ നല്ല ക്വാളിറ്റിയും പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് ഫിഷുകൾ പെട്ടെന്ന് നല്ല ഗ്രോത്തും കളറൊക്കെ എല്ലാം കിട്ടാറുണ്ട് ഗപ്പീസിനും ബീറ്റാസിനും കുട്ടികൾക്കൊക്കെ. ഇതെൻ്റെ മൂത്ത മോനാണ്. മോൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഇവാൻ എന്നാണ് മോൻ്റെ പേര്. മോൻ്റെ പേരാണ് ഫാമിൽ ഇട്ടിരിക്കുന്നത്, ഇവാൻ അക്കോട്ടിക്കെന്ന്. ഇവാനും ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗപ്പിക്ക്. അത് ഈ ലൈഫ് ഫീഡ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് ആർട്ടീമിയ. കുട്ടികൾക്കും വലിയതിനൊക്കെ നമ്മൾ ഈ ആർട്ടീമിയ ഫീഡ് ചെയ്യാറുണ്ട്. ഈ വെക്കേഷൻ സമയങ്ങളിൽ ഇങ്ങനെ ഒരു ഫാം ഉള്ളതുകൊണ്ട് നമ്മുടെ മക്കൾ മൊബൈൽ അഡിക്ഷനിൽ നിന്നും TV അഡിക്ഷനിൽ നിന്നൊക്കെ മാറി കുറേ നമ്മളെ ഈ ഫാമിലെ മീനുകളെ നോക്കി നടക്കുന്നതും അതിനെ കോരിയെടുക്കുന്നതും അതിൻ്റെ കുഞ്ഞുങ്ങളെ എടുക്കുന്നതും അവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ ആയിട്ട് അവർ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇത് ശരിക്കും ഞങ്ങൾക്കൊരു ജോലിയല്ല. എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഇവർക്ക് ഫീഡ് കൊടുക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും ഇതൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷം തരുന്ന ഒരു മാർഗമാണ്. ഏറ്റവും ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഫാമിൻ്റെ ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ്. മോൾക്കും ഫുഡ് കൊടുക്കാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ബീറ്റ കുഞ്ഞുങ്ങൾക്കാണ് മോൾ ഫുഡ് കൊടുക്കുന്നത്. ബീറ്റ കുഞ്ഞുങ്ങൾ നമ്മൾ ഈ സൈസ് ആകുമ്പോൾ ഫ്രിഡ്ജ് ബോക്സിലേക്കാണ് ഇറക്കുന്നത്. ഇത് വൈറ്റ് ഡംബോയർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇവിടെ ഉള്ളത് ബ്ലൂ ആണ്. ഇത് ഞങ്ങളുടെ അമ്മയാണ്. അമ്മയും ഫിഷുകൾക്ക് ഫുഡ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു നമുക്കൊരു സഹായമാണ്. അപ്പോൾ ഇവർക്കും സമയം പോകുന്നതിനും ബാക്കിയുള്ള ജോലി സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഫിഷിനായിട്ട് നമ്മളെ സഹായിക്കാറുണ്ട് അമ്മ.
പിന്നെ കൂടുതലും ക്ലീനിങ് വൈഫ് തന്നെയാണ് ചെയ്യുന്നത്. 4 ദിവസം കൂടുമ്പോഴത്തേക്ക് നമ്മൾ അടിയിലെ വേസ്റ്റ് വലിച്ചു കളഞ്ഞിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഗപ്പീസിന് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് അധികം അസുഖങ്ങൾ കാര്യങ്ങളൊന്നും വരാറില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കുഴൽക്കിണറിലെ വെള്ളമാണ്. ഒരു ദിവസം നമ്മൾ ടാങ്കിൽ അടിച്ചിട്ടതിന് ശേഷമാണ് ഇവ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇവരാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാന വരുമാന മാർഗം. നമുക്ക് ഒരു മാസം ഒരു 20,000 രൂപ വരെയൊക്കെ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ കൂടുതൽ കച്ചവടം നടന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലും കിട്ടാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ കുറയാറുണ്ട്. എങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു പ്രധാന വരുമാന മാർഗം ഇത് തന്നെയാണ്. ഫുഡ് കൊടുക്കുന്നത് 2 നേരം ലൈഫ് ഫീഡ് എന്ന രീതിയിൽ ജീവനുള്ളതും 1 നേരം പെല്ലറ്റ് ഫീഡ്, അങ്ങനെ 3 നേരമാണ് ഫുഡ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഫാമിങ്ങിലേക്ക് എത്തിച്ചേർന്നത് കുട്ടികൾക്ക് വേണ്ടി. കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ അവർക്ക് ഒരു കൗതുകം കാണാനായിട്ട് ഫുഡ് കൊടുക്കാനായിട്ടൊക്കെ ഉള്ള രീതിയിൽ പോയി മേടിച്ചിട്ട് വന്നതാണ്. ഗപ്പീസിനാണ് നമ്മൾ എടുത്തത്. ഗപ്പീസിനെ എടുത്തപ്പോൾ അവരുടെ കുട്ടികളെ കണ്ടും അവർ ഭംഗികളൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഫാമിങ്ങിലേക്ക് എത്തിപ്പെട്ടു. പിന്നെ കൊറോണ സമയത്തൊക്കെ നമുക്ക് നല്ല സെയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊരു നമുക്കൊരു വരുമാന മാർഗമായി മാറുക അങ്ങനെയായിരുന്നു. കൊറോണ സമയത്താണ് കൂടുതൽ സെയിൽ വന്നത്. അത് നമ്മൾ കൊറിയറക്കാൻ തുടങ്ങി. ഇന്ത്യ മുഴുവനും കൊറിയറൊക്കെ അടക്കാനായിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ കൊറിയറിനായിട്ട് നമ്മൾ പ്രൊഫഷണൽ കൊറിയർ എന്ന് പറഞ്ഞാൽ കൊറിയർ സർവീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊറിയർ പാക്ക് ചെയ്യുന്ന രീതി നമ്മൾ കൊറിയറായിട്ട് അടക്കുമ്പോൾ ഈ ഒരു കവറാണ് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു കവറിൽ നമ്മൾ ഒരു ഫിഷിനെയാണ് ഇടുന്നത്. ഇതേപോലെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഒരു ഫംഗി ബ്ലൂ, അത് മെത്തിലിൻ ബ്ലൂ കുറച്ച് ആഡ് ചെയ്യും. ഒരു ബ്ലൂ കളർ ഷെയ്ഡിലായിരിക്കും വെള്ളം വരുന്നത്, ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. നമ്മളൊരു 3/4% വെള്ളവും 3/4% എയറുമായിട്ടാണ് ഇത് പാക്കിങ് ചെയ്യുന്നത്. ഇങ്ങനൊരു സിലിണ്ടർ രീതിയിൽ പാക്ക് ചെയ്ത് ബോക്സുകളിലാക്കിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. കാർട്ടൺ ബോക്സും തെർമോക്കോൾ ബോക്സിലാക്കിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫിഷ് നമ്മൾ കൊറിയർ അടക്കുമ്പോൾ തന്നെ ഒരെണ്ണം പാക്ക് ചെയ്ത് വീട്ടിലും വെക്കാറുണ്ട്, സൂക്ഷിക്കാറുണ്ട്. എത്ര ദിവസം അതിരുന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് അടക്കുമ്പോൾ ചില സമയം 10 ദിവസങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 14 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ അയച്ച കൊറിയർ കൽക്കട്ടയ്ക്കായിരുന്നു. അത് ഒരു 8 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ 14 ദിവസമായ ഫിഷിൻ്റെ ഹെൽത്താണ് കാണുന്നത്. വേസ്റ്റ് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ കണ്ടീഷൻ ചെയ്യുമ്പോൾ വേസ്റ്റ് കുറവായിരിക്കും. ഇപ്പോൾ 14 ദിവസമായതുകൊണ്ട് ഇച്ചിരി വേസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ അടക്കുന്നതുകൊണ്ട് നമുക്ക് ഇന്ത്യ മുഴുവനും മാർക്കറ്റ് പിടിക്കാൻ സാധിക്കുന്നുണ്ട്. ആര് എവിടെ നിന്ന് ചോദിച്ചാലും നമുക്ക് കൊറിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ബെഡ്റൂമിനോട് ചേർന്നിട്ടാണ് നമ്മൾ ബ്രീഡിങ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ ഗപ്പീസിനെ ബ്രീഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള രീതിയിലാണ്. ചെറിയൊരു ഡബ്ബയിൽ ഒരു ബ്രീഡിങ് കേജും ഒരു പെയർ ഗപ്പീനെ 2 ഗപ്പീനെയാണ് ഇടുന്നത്. അതിൽ മെയിലും ഫീമെയിലും ഉണ്ടാവും. ബ്രീഡാകുന്ന കുട്ടികൾ ഈ കേജിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ല എങ്കിൽ കുട്ടികളെ ഗപ്പീസ് കഴിക്കും. പിന്നെ ബീറ്റ ബ്രീഡിങ്ങും ഇവിടെ തന്നെയാണ്. ബീറ്റയുടെ നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിനെ കീപ്പ് ചെയ്യുന്നതാണ് ഇവിടെ. ഇതിപ്പോൾ മൾട്ടി കളർ, അങ്ങനെ കുറച്ച് കളറാണ് നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. അവരെ നമ്മൾ ഈ ഒരു സ്ക്വയർ ഡബ്ബയിലാണ് ബ്രീഡിങ് ചെയ്യിക്കുന്നത്. ഒരാഴ്ച പ്രായമുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അവരെ നമ്മൾ 2 ആഴ്ച വരെ ഇവിടെ കീപ്പ് ചെയ്തതിന് ശേഷമാണ് വലിയ ടാങ്കുകളിലേക്കൊക്കെ തുറന്ന് വിടുന്നത്. അതുവരെ നമ്മൾ ഇവിടെ ആർട്ടീമിയ ഫീഡ് ചെയ്ത് ഇവിടെ തന്നെയാണ് കീപ്പ് ചെയ്തത്. ഈ ഒരു ഗപ്പി വെറൈറ്റി നമ്മൾ ഫാമിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഗപ്പി വെറൈറ്റിയാണ്. ഇതിന് പേര് വന്നിട്ട് ആൽബിനോ പ്ലാറ്റിനം കോയി പെർപ്പിൾ ഡംബോയിയർ എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ പേര് പോലെ തന്നെ കെപ്പും ആൽബിനോയാണ്. നല്ല ഡംബോയിയർ ഗപ്പീസുമാണ്. അത് നമ്മൾ 1 വർഷം കൊണ്ട് സെറ്റ് ചെയ്തെടുത്താണ്. ഇത് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റിയിട്ട് അത്യാവശ്യം സെയിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യ മൊത്തവും ഇത് സെയിൽ നടന്നിട്ടുണ്ട്. ഈ ഗപ്പികളെ നമ്മൾ വിദേശത്തു നിന്ന് വരെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് കയറ്റി ഇറക്കാനുള്ള ലൈസൻസ് ഇല്ലാത്ത കാരണമാണ് ഇറക്കാൻ പറ്റാതെ ഇരുന്നത്. നല്ലൊരു വെറൈറ്റി തന്നെയായിരുന്നു. അത്യാവശ്യം ഫാമിലി ഇന്നും സെയിൽ നടക്കുന്ന ഒരു വെറൈറ്റി ഇതാണ്. പുതിയ ഗപ്പിനെ ഡെവലപ്പ് ചെയ്തപ്പോൾ സെയിൽ നടക്കുന്ന കണ്ട് തന്നെ നമ്മൾ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി ഈ ഒരു വെറൈറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് 7-8 മാസമായിട്ടുള്ളൂ. ഒരു 50% സ്റ്റെബിലിറ്റിയോടെയാണ് ഇപ്പോൾ ഫിഷ് ഉള്ളത്. അത് ഒരു 2-3 മാസത്തിനപ്പുറം ഒരു 100% സ്റ്റെബിലിറ്റിയോടെ നമുക്ക് വിപണിയിൽ എത്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത ഫുള്ള് റെഡും അതിൻ്റെ ചെവി വന്നിട്ട് നല്ല ബ്ലൂ ഡംബോ ഇയറുമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ടെയിൽ വന്നിട്ട് ഹാഫ് മൂൺ ടെയിൽ പോലെ നല്ല റൗണ്ട് വിരിഞ്ഞ ടെയിലുമാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണിക്കാവുന്നത്.
വീടോട് ചേർന്നിട്ടുള്ള മറ്റൊരു ഭാഗമാണ്. ഇവിടെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ടാങ്കുകളാണ്. ഇങ്ങനെയുള്ള ടാങ്കുകളിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൂടുതൽ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഗപ്പിനെയാണെങ്കിലും ഷ്രിമ്പിനാണെങ്കിലും ബീറ്റാസിനാണെങ്കിലും ശാസ്ത്രീയമായി നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റു ബ്രീഡേഴ്സിനോടൊക്കെ ചോദിച്ചാണ് ഇതിൻ്റെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ നമുക്കറിയാവുന്ന ഈ അറിവുകളൊക്കെ തന്നെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഞാനും പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അതിലൂടെ എൻക്വയറീസും വരാറുണ്ട്, കച്ചവടം നടക്കാറുണ്ട്. ഇതിൻ്റെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെ ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം മീനുകളൊക്കെ മേടിക്കാറുണ്ട്. അങ്ങനെ സെയിലുണ്ട്. ആദ്യകാലങ്ങളിൽ യൂട്യൂബിലും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും ഷോപ്പുകളിലൊക്കെയാണ് ഗപ്പീസിനെ വിറ്റിരുന്നത്. ഇപ്പോൾ കുറച്ച് കുറവാണ്. ഷോപ്പൊക്കെ കുറേയൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നായിരുന്നു. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലേക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത്യാവശ്യം സെയില് നമുക്ക് ഇന്ത്യയുടെ മൊത്തത്തിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ പുറത്തെ രാജ്യങ്ങളിലൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റാത്തത് ലൈസൻസിൻ്റെ പ്രശ്നം കൊണ്ട് അത് ചെയ്യാറില്ല. എങ്കിലും അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ഫാം. അപ്പോൾ യൂട്യൂബ്, സോഷ്യൽ മീഡിയ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇതിനെയൊക്കെ സെയിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിൻ്റെ വിശേഷം. എല്ലാവർക്കും നന്ദി.